നമസ്കാരം. ഇന്ന് അതിഥിയായി നമ്മോട് കൂടെയുള്ളത് അലൈൻ ഇന്ത്യൻ ട്രാവൽ ട്രേഡ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ മുൻ ഭാരവാഹിയുമായ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ മുൻ ഭാരവാഹിയുമായ അഷ്റഫ് വെള്ളയെങ്കിൽ. നമുക്ക് പ്രവാസി രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒരുപാട് കാലമായി ആ മേഖലയിൽ ഉള്ള ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സർ, പ്രവാസികൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും അവഗണിക്കപ്പെടാറാണ് പതിവ്. കാരണം അവർ നാട്ടിലുള്ളപ്പോഴും വോട്ടർ പട്ടികയിലാണെങ്കിലും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരെ എപ്പോഴും തഴയപ്പെടാറാണ് പതിവ്. എന്നാൽ നാട്ടിൽ വിദേശ നാണ്യം നേടിത്തരുന്ന വിഭാഗമെന്ന നിലയ്ക്ക് അവർക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ ഗണനീയമായ പങ്കുമാണുള്ളത്. നിലവിൽ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ കുറേ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നല്ലാതെ പ്രവാസികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും അവഗണനകൾ ഉണ്ട് എന്നാണ് നിങ്ങളെപ്പോഴും പരാതിപ്പെടാറുള്ളത്. അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? വളരെ സന്തോഷമുണ്ട്. എൻ്റെ മീഡിയ സുഹൃത്തുക്കളായ വളാഞ്ചേരി പ്രദേശത്തുകാരെ അഭിമുഖീകരിക്കുന്നതിൽ ഞാൻ വളരെയധികം കൃതജ്ഞതയുള്ളവനാണ്. കാരണം നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രദേശമായ വളാഞ്ചേരി. ഈ ഏരിയയിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ആയിട്ട് മീഡിയകൾക്ക് വളരെ നിസ്തുലമായ പങ്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ കണ്ണീരൊക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് അറിയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിൽ ഇവിടുത്തെ ചാനലുകൾ മീഡിയ ടീം ഇടപെടുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഞങ്ങളൊക്കെ പ്രവാസികൾ എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്നുണ്ട്. അതിൽ എൻ്റെ പഴയകാല സുഹൃത്തുക്കളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഇനിയുള്ള ഭാവി കാലങ്ങളിൽ അത് കൂടുതൽ ഉയരങ്ങളിലേക്കും അതുപോലെ തന്നെ ഹൈടെക് യുഗമായ ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ നമ്മുടെ പ്രാദേശിക ചാനലുകളെല്ലാം ഹൈടെക് ലെവലിൽ ഉയരട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ച പോലെ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ജില്ലകളിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ജില്ലയിലൊക്കെ നാളെ ഒക്കെ ആയിട്ട് ഇലക്ഷൻ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രവാസികൾ ജനകീയ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാം ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ്. ഈ ജനാധിപത്യ പ്രക്രിയയുടെ അതിൻ്റെ പ്രോസസ്സ് ആണ് അതിൻ്റെ ശരിക്കും നമ്മളൊക്കെ പറയുമ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഉത്സവമായിട്ട് നമ്മൾ ഈ ഇലക്ഷനെ കാണണം. എന്നല്ലാതെ മറ്റൊരു മത്സരങ്ങൾക്കോ ഒരു മാനസികമായ ഒരു ധ്രുവീകരണത്തിനോ ഒരിക്കലും ഈ ഇലക്ഷനെ കാണാൻ പാടില്ല. നമ്മുടെ മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അഹിംസയുടെയും പാതയാണ്. നമ്മുടെ ഗാന്ധിജിയും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായ ആളുകൾ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ശ്രീനാരായണ ഗുരു, അങ്ങനത്തെ ഒരുപാട് മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി തോളൊരുമി നമ്മുടെ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്കും ഓരോ പ്രദേശത്തിൻ്റെ വികസനത്തിനും ഓരോ വ്യക്തിയുടെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുക, മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുക. അതോടൊപ്പം നമ്മൾ എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യനെ സഹായിക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായം ചെയ്യുക. നമ്മുടെ ജീവിതം എന്നത് പറയുന്നത് ഒരു നൈമിഷിക കാലഘട്ടം മാത്രമാണ്. ചെറിയ ഒരു യാത്രയിലാണ് നാം എല്ലാം.
അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം. എന്നിരുന്നാലും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ നമ്മളൊക്കെ താത്വികമായി കാണേണ്ടത് സമാധാനവും സന്തോഷവും സൗഹൃദവും മതസൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരന്മാരും അതിനെ മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും ആ ഒരു ഒത്തൊരുമ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പ്രവാസികളായ ഞങ്ങൾ, കാരണം നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ അല്ലറ ചില്ലറ ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രവാസികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം ഒരുപാട് പ്രവാസികളുടെ കുടുംബങ്ങൾ അവരിവിടെ തരിച്ചാണ്. അപ്പോൾ ഇപ്പോൾ കുടുംബങ്ങൾ ഞങ്ങളൊക്കെ കൂടെ ഉള്ളവർക്ക് പോലും ഞങ്ങൾക്ക് മനസ്സമാധാനമില്ല. കാരണം ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അല്ലറ ചില്ലറ അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ പ്രവാസികളായ നാം എല്ലാവരും വളരെയധികം വിഷമിക്കുന്നു. ആ കാര്യത്തിൽ പ്രവാസികളെല്ലാവരും ഒരേ മനസ്സിൻ്റെ ഉടമകളാണ്. അപ്പോൾ നാട്ടിൽ എന്നെന്നും സമാധാനവും ശാന്തിയും സൗഹൃദവും പുലരട്ടെ എന്ന് ഞാൻ ഒരു പ്രവാസി സാമൂഹ്യ സേവകൻ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായി എൻ്റെ മനസ്സിലും എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കുറഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു പ്രചരണ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഉണ്ടെങ്കിലും ശരി, അതൊക്കെ കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു രാജ്യങ്ങളിലൊക്കെ കാരണം ഇലക്ഷനൊക്കെ ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷിച്ചും നമ്മളൊക്കെയാണ്. നമ്മുടെ കേരളം ഏറ്റവും എന്നും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട രാജ്യമാണ് നമ്മുടെ ഭാരതം. അതിൽ കേരളം വിശിഷ്യ വളരെയധികം അതിലേറ്റവും ശ്രേഷ്ഠമായ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന നമുക്ക് കേരളീയരായ ഭാരതീയരായ നമുക്ക് എന്നെന്നും അഭിമാനമാണുള്ളത്. ഈ എൻ്റെ സുഹൃത്ത് ചോദിച്ച പോലെ ഈ പ്രവാസികൾ ഈ തിരഞ്ഞെടുപ്പിനെ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ ട്വിറ്റർ എന്നീ മീഡിയകളിലൂടെയും അതോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് നമ്മുടെയൊക്കെ ഈ പ്രാദേശിക ചാനലുകൾക്ക് ഇന്ന് അവിടെ അധികം കൂടുതൽ പ്രചാരം വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മറ്റുള്ള വലിയ ചാനലുകൾ ആളുകൾ ഇപ്പോൾ നമ്മുടെ ജയ്ഹിന്ദായാലും ഏഷ്യാനെറ്റ് ആയാലും കാര്യമില്ല അത് അവിടെ അതിൻ്റെ ആ ഐറ്റക്കിൽ ഉണ്ടെങ്കിലും ശരി, പിന്നെ നമ്മുടെ പ്രാദേശികമായി എല്ലാ പ്രദേശത്തെ ചാനലുകൾക്കും ആളുകൾ ഓരോ പ്രവാസിയും അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട്. കാരണം അവൻ്റെ ആ ഒരു ഇപ്പോൾ നമ്മൾ വളാഞ്ചേരി പ്രദേശത്തുള്ള ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഞാനൊരു വളാഞ്ചേരിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അതിലെന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോൾ, അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അവൻ്റെ വീട്ടിലെ കാര്യം പോലെ നമ്മൾ ഓരോ പ്രവാസിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ഈ ലോക്കൽ ചാനലുകൾ ഇപ്പോൾ പിന്നെ നിങ്ങളുടെ ന്യൂസിന് ശേഷം ന്യൂസ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ പ്രവാസികൾക്ക് അത് അയച്ചു കൊടുക്കുമ്പോൾ അത് അവരവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങൾ, പ്രാദേശിക വിവരങ്ങൾ, അപ്പോൾ പ്രവാസികളായ ഓരോ വ്യക്തികളും ഇവിടുത്തെ പ്രദേശത്തുള്ള ഓരോ ന്യൂസും അല്ലെങ്കിൽ ഓരോ വിവരം അറിയാൻ അവർക്ക് വ്യഗ്രത കൂടുതലാണ്. അവർക്ക് എന്താണോ ഈ നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലേറെ സന്തോഷം, എന്തെങ്കിലും ചെറിയൊരു വിഷമങ്ങൾ എവിടെ സംഭവിക്കുമ്പോൾ അതിലേറെ വിഷമിക്കുകയാണ്. കാരണം നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മറ്റു രാജ്യത്തേക്ക് നാം പറിച്ചു നടുമ്പോഴാണ് നമ്മുടെ കണ്ണുണ്ടാകുമ്പോഴേ കണ്ണില്ലാതെ പോകുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന പോലെ നമ്മൾ നാട്ടിലില്ലാത്ത സമയത്താണ് നമുക്കൊക്കെ നമ്മുടെ ഈ ഇവിടുത്തെ നാടിനോടുള്ള കൂടുതൽ കൂറും നാട്ടുകാരോടുള്ള. അപ്പം നമ്മുടെ പ്രദേശത്തുള്ള ഒരു വളാഞ്ചേരി അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള തന്നെ ആളുകൾ എവിടെ സന്ദർശനത്തിനൊക്കെ വരുമ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബങ്ങളായാണ് കാണാറ്. അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഓരോ പ്രവാസിയും വളരെയധികം ഉത്കണ്ഠയുണ്ട്. അതോടൊപ്പം പ്രവാസികൾക്ക് ഞാൻ പറഞ്ഞ അടുത്ത പ്രവാസികൾ ഏറ്റവും കൂടുതൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ഒരു സമൂഹമാണ്. കാരണം ഞങ്ങളൊക്കെ അവിടെ ഇന്ത്യൻ സോഷ്യൽ സെൻ്റർ അതുപോലത്തെ സംഘടനകളൊക്കെ സാമൂഹ്യ സംഘടനകളൊക്കെ ഇലക്ഷൻ സമ്പ്രദായം ഉണ്ടാകുമ്പോൾ വലിയ ആ സന്തോഷത്തോട്, പക്ഷേ ആ സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ആ ജനാധിപത്യ പ്രക്രിയ നടത്താറ്. ഇവിടുത്തെ ഇലക്ഷൻ നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു.
ഇനി അടുത്തതായിട്ട് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരുപാട് കാലം അവിടെ കുറേ കാലമായിട്ട് അവിടെയാണല്ലോ. അവിടുത്തെ മറ്റൊരു വിദേശ രാഷ്ട്രങ്ങൾ ഇന്ത്യയെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. നേരിട്ട് ജനങ്ങളിലൂടെ, കാരണം ജനാധിപത്യത്തിന് തന്നെ ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുന്നതാണെങ്കിലും അമേരിക്കയിൽ നടക്കുന്നതാണെങ്കിലും നേരിട്ടുള്ള ജനാധിപത്യമല്ല. അവിടെ പ്രത്യേക ഒന്നോ രണ്ടോ ഡെമോക്രാറ്റിക് അങ്ങനെ പാർട്ടികൾ മാത്രം അവർക്ക് ചെറുകക്ഷികളോട് പ്രാധാന്യമില്ല. ഇന്ത്യയിലാണ് ലോകത്തിൽ ഏറ്റവും നേരിട്ട് ജനാധിപത്യം നടത്തുന്ന രാഷ്ട്രം, ഏറ്റവും വലിയ രാഷ്ട്രമാണ്. പക്ഷേ ഇത്രയേറെ ജനാധിപത്യം നിലനിൽക്കാത്ത രാഷ്ട്രങ്ങളായ ഉഗാണ്ട, ഈജിപ്ത്, ഫിലിപ്പൈൻസ്, ഈ രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് അവിടുത്തെ വോട്ടവകാശം വിദേശ പൗരന്മാർക്ക് വിനിയോഗിക്കാനുള്ള സംവിധാനം ആ രാഷ്ട്രങ്ങളിലെ അതാത് എംബസികളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള ഇത്രയും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമവും പ്രവാസികളായ നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഭാരതം, ആ ഭാരതത്തിലെ പൗരന്മാർക്ക് ഓരോരുത്തരുടെയും അവരുടെ സ്വത്വബോധം ഉള്ള വളരെയധികം ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെയധികം ഉയർന്ന് നമ്മൾ എല്ലാ വിഭാഗങ്ങളും നമ്മുടെ ഇന്ത്യ എന്ന് വളരെയധികം ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി. അടുത്ത 2020 നമ്മളൊക്കെ നമ്മുടെ ഇന്ത്യ വളരെയധികം ഫുൾ ഡെവലപ്മെൻറ്റ്, ഫുൾ ഫ്ലെഡ്ജ് നമ്പർ 1 ആവും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയും. അതുപോലെ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നു. അങ്ങനത്തെ ഒരു മഹാരാജ്യത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു രാജ്യത്തിൻ്റെ നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ, ഈ പ്രക്രിയയിൽ പങ്കാളികളാവാൻ പ്രവാസികളായ ആളുകൾക്കൊക്കെ വലിയധികം ആഗ്രഹമുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ മറ്റുള്ള ഇപ്പോൾ ഫിലിപ്പൈൻസ്, അതുപോലെ തന്നെ ചില ആഫ്രിക്കൻ കൺട്രികൾ, ചില മിഡിൽ ഈസ്റ്റ് കൺട്രികൾ, ഇവർ ഈജിപ്ത്, യെസ് കറക്റ്റ്, ഈജിപ്ത് പോലത്തെ രാജ്യങ്ങൾ അവരുടെ നാട്ടിൽ ഇലക്ഷൻ ഉണ്ടാകുന്ന അതേ സമയത്ത് അവരുടെ എംബസിയിലൂടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. ഞാൻ എൻ്റെ കമ്പനിയിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളുണ്ട്, അവരൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യക്കും തന്നെ അവിടെ നല്ല ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള എംബസിയുണ്ട്, നല്ല വിദഗ്ധരായ നയതന്ത്രജ്ഞരുണ്ട്, നല്ല സൗഹൃദപരമായിട്ടുള്ള നമ്മുടെ അംബാസിഡർമാർ. ഇപ്പോൾ TP ശ്രീധരൻ സാറൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ഞങ്ങളൊക്കെ വളരെയധികം എളിയ വളരെ ഒന്നുമില്ലാത്ത ചെറിയ ആളുകളെ പോലും വ്യക്തിപരമായിട്ട് ഒരു പേരെടുത്ത് പറയാൻ പറ്റുന്ന അത്ര ആ ഒരു സോഷ്യൽ ബന്ധം പുലർത്തുന്ന UAE-യിലെ 2 അംബാസിഡറുകൾ, ഇപ്പോഴത്തെ TP സീതാറാം സാറും ഇതിന് മുമ്പുണ്ടായിരുന്ന അംബാസിഡറും അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് അവർക്ക് പ്രത്യേക സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രാവൽ ട്രേഡ് അസോസിയേഷൻ്റെ പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, വരുത്താറുണ്ട്. അപ്പോൾ എംബസിയുടെ കഴിവ് ഞാൻ പറഞ്ഞു, എംബസിക്ക് അത്രയും ഫുൾ ഫ്ലെഡ്ജ്, എല്ലാ നിലക്കും ഫുൾ ഫ്ലെഡ്ജ് ഉള്ള ഒരു എംബസി ഉണ്ട്. അപ്പോൾ ആ എംബസി ത്രൂ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേ, പല വേകളിലൂടെ നമ്മുടെ പ്രവാസികളുടെ വോട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. എന്നിരിക്കെ ഇന്ന് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു, കഴിഞ്ഞ നിയമസഭയിൽ, പിന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പിന്, പിന്നെ ഇവിടുത്തെ പ്രാദേശിക ലോക്കൽ ബോഡി ഇലക്ഷൻ, ഇതിലെല്ലാം ഇന്ന് നാളെ എന്ന് പറഞ്ഞ് പ്രവാസി വകുപ്പ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രവാസി വകുപ്പ് പ്രത്യേകിച്ച് അത് ചെയ്യാമെന്ന് പറഞ്ഞ് എന്തോ ഒരു ചിറ്റമ്മ നയം, ഒരു സെപ്പറേഷൻ നയമാണ് ഈ പ്രവാസികളോട് ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പ്രവാസികളെല്ലാം പലതവണ ഞങ്ങളൊക്കെ കൂട്ടമായിക്കൊണ്ട് തന്നെ ഒപ്പുശേഖരണം നടത്തി നമ്മുടെ വിദേശകാര്യ മന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു മന്ത്രാലയങ്ങൾക്കൊക്കെ ഞങ്ങൾ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈയിടെവൻ ഒരു പ്രവാസി സെല്ലിൻ്റെ ഒരു ഫോളോ അപ്പ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അവർക്ക് ജനങ്ങൾക്ക് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സ്വരൂപിക്കുന്ന ഓടി നടന്നിട്ടുള്ളതിൻ്റെ പരിചയമുണ്ട്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വോട്ടവകാശം അവർക്ക് ഇപ്പോൾ അവിടെ ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനം എന്ന് പറയുമ്പോൾ അവരോടുള്ള അവഗണന തന്നെയാണ്. പിന്നെ നമ്മളെപ്പോലത്തെ അല്പം ചില പ്രവാസികളൊക്കെ ഇലക്ഷൻ നമ്മുടെ ഭാഗമാണ്, ഒരു ഭാരതീയൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇലക്ഷൻ. ആ ഇലക്ഷനിൽ നമ്മുടെ പൗര അവകാശമായ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി അത് വോട്ട് ഇപ്പോൾ പ്രവാസികൾക്ക് ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് നിയമപരമായിട്ട് വോട്ട് നിലനിർത്താൻ കഴിയും. കാരണം ഇവിടെ ഉണ്ടാകുമ്പോൾ വോട്ട് ചെയ്യാനുള്ള അവസ്ഥ. പക്ഷേ എല്ലാ പ്രവാസികൾക്കും ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാറില്ല.
അപ്പോൾ അങ്ങനത്തെ പ്രവാസികളൊക്കെ വളരെയധികം ദുഃഖിതരാണ്. അവർക്ക് ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിലക്ക്. അപ്പോൾ ഈ ഇലവൻ ഞാൻ വന്നിട്ടുള്ള തീർച്ചയായിട്ടും നമ്മൾ ഇലക്ഷനുമായിട്ട് നമ്മുടെ പൗരാവകാശം നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വോട്ടിന് ഇലക്ഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ പ്രവാസികൾ നോക്കിക്കാണുന്നത്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഇനിയുള്ള പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇനി നമുക്ക് അവസാനമായി